കാരം MA സോഷ്യോളജി 1ാം സെമസ്റ്റർ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന എല്ലാവർക്കും പ്രയോജനപ്രദമായ ഒരു വീഡിയോ ആണിത്. അതിൽ ഇക്കോണമി, പൊളിറ്റി ആൻഡ് സൊസൈറ്റി എന്ന പ്രോഗ്രാമിൽ 2ാം യൂണിറ്റിൽ പറഞ്ഞിരിക്കുന്നത് കോൺസെപ്റ്റ് ഓഫ് വാല്യൂവിൻ്റെ തിയറീസാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതിൽ 1ാമത് മാർക്സ് തിയറി ഓഫ് വാല്യൂ, 2 വെബേഴ്സ് തിയറി ഓഫ് വാല്യൂ, 3 ദുർഖീംസ് തിയറി ഓഫ് വാല്യൂ, 4 സിമ്മൽസ് തിയറി ഓഫ് വാല്യൂ, 5 ബോർഡിയൂസ് തിയറി ഓഫ് വാല്യൂ, പിന്നെ അവസാനം പൊളാണീസ് തിയറി ഓഫ് വാല്യൂ. ഓക്കെ. മാർക്സിൻ്റെ മൂല്യസിദ്ധാന്തം അധ്വാനവും മൂല്യവും തമ്മിലുള്ള ബന്ധത്തെ ഊന്നി പറയുന്നു. മാർക്സിൻ്റെ അഭിപ്രായത്തിൽ ഒരു ചരക്കിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നത് അത് ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ അവശ്യ അധ്വാന സമയത്തിൻ്റെ അളവാണ്. ഒരു ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ പ്രായോഗിക ഉപയോഗത്തെ സൂചിപ്പിക്കുന്ന ഉപയോഗ മൂല്യത്തെയും ഒരു വിപണി സമ്പദ് വ്യവസ്ഥയിൽ അതിൻ്റെ മൂല്യത്തെ സൂചിപ്പിക്കുന്ന വിനിമയ മൂല്യത്തെയും മാർക്സ് വേർതിരിക്കുന്നു. 2ാമതായി വെബറിൻ്റെ മൂല്യസിദ്ധാന്തത്തിൽ മൂല്യങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ സാംസ്കാരികവും സാമൂഹികവുമായ ഘടകങ്ങളുടെ പ്രാധാന്യം ഊന്നി പറയുന്നു. വെബറിൻ്റെ അഭിപ്രായത്തിൽ മൂല്യങ്ങൾ സാംസ്കാരിക വിശ്വാസങ്ങളും ചരിത്രപരമായ സന്ദർഭങ്ങളുമാണ് രൂപപ്പെടുത്തുന്നത്. അവ സാമ്പത്തിക പ്രക്രിയകളെയും സാമൂഹിക ഘടനകളെയും സ്വാധീനിക്കുന്നു. വെബർ ALSC ഉപകരണങ്ങളെ വേർതിരിക്കുന്നു. 3ാമതായി ഡർഖീമിൻ്റെ മൂല്യസിദ്ധാന്തം ഷാപ്പിൻ മൂല്യങ്ങളിൽ സാമൂഹിക മാനദണ്ഡങ്ങളുടെ പ്രാധാന്യത്തെ മൂല്യം ഊന്നി പറയുന്നു. ഡർഖീമിൻ്റെ അഭിപ്രായത്തിൽ സാമൂഹിക മാനദണ്ഡങ്ങൾ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് സിമ്മലിൻ്റെ മൂല്യസിദ്ധാന്തം മൂല്യങ്ങൾ ഉപയോഗിച്ച് ആത്മനിഷ്ഠമായ അനുഭവത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറയുന്നു. സിമ്മലിൻ്റെ അഭിപ്രായത്തിൽ മൂല്യങ്ങൾ സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ വസ്തുനിഷ്ഠമായ ഗുണങ്ങളാണ്. എന്നാൽ വ്യക്തികളുടെ ആത്മനിഷ്ഠമായ അനുഭവങ്ങളുടെ മൂല്യം രൂപപ്പെടുത്തുന്നതിലൂടെയാണ് രൂപപ്പെടുന്നത്. മൂല്യങ്ങൾ എല്ലായ്പ്പോഴും സാമൂഹിക ഇടപെടലുകളാലും മറ്റുള്ളവരുടെ പ്രതീക്ഷകളാലും സ്വാധീനിക്കപ്പെടുന്നു. 5ാമതായി ബോർഡിയൂവിൻ്റെ മൂല്യസിദ്ധാന്തത്തിൽ പറയുന്നത് ബോർഡിയൂവിൻ്റെ മൂല്യസിദ്ധാന്തം മൂല്യങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ സാംസ്കാരിക മൂലധനത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറയുന്നു. ബോർഡിയൂവിൻ്റെ അഭിപ്രായത്തിൽ മൂല്യങ്ങൾ രൂപപ്പെടുത്തുന്നത് സാമൂഹിക ശ്രേണികളും അധികാരബന്ധങ്ങളുമാണ്. അവ സാംസ്കാരിക രീതികളിലൂടെയും സ്ഥാപനങ്ങളിലൂടെയും ശക്തിപ്പെടുന്നു. കൂടുതൽ സാംസ്കാരിക മൂലധനമുള്ള വ്യക്തികൾക്ക് രൂപപ്പെടുത്താനും സ്വാധീനിക്കാനും നന്നായി കഴിയും. 6ാമതായി പൊളാനിയുടെ മൂല്യസിദ്ധാന്തം മൂല്യങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ സാമൂഹിക ഉൾച്ചേർക്കലിൻ്റെ പ്രാധാന്യം ഊന്നി പറയുന്നു. പൊളാനിയുടെ അഭിപ്രായത്തിൽ സാമ്പത്തിക പ്രക്രിയകൾ സാമൂഹിക ബന്ധങ്ങളിലും സാംസ്കാരിക രീതികളിലും ഉൾച്ചേർന്നിരിക്കുന്നു. അങ്ങനെ മൂല്യങ്ങൾ സാമൂഹിക മാനദണ്ഡങ്ങളും സ്ഥാപനങ്ങളും രൂപപ്പെടുത്തുന്നു. സാമ്പത്തിക പ്രക്രിയകൾ സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങളാൽ രൂപപ്പെടുത്തപ്പെടുന്നു. മൊത്തത്തിൽ ഈ സിദ്ധാന്തങ്ങൾ മൂല്യത്തിൻ്റെ ആശയത്തെക്കുറിച്ച് വ്യത്യസ്ത വീക്ഷണങ്ങൾ നൽകുന്നു. കൂടാതെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക ഘടകങ്ങൾ മൂല്യങ്ങളെ രൂപപ്പെടുത്തുന്ന നിർണായക രീതികളെ എടുത്തു കാണിക്കുന്നു. താങ്ക്